അബ്ബാ പിതാവിനെ പറ്റി പറയുമ്പോ ഒരു വലിയൊരു അപ്പൻ, കൊറേ മക്കളുള്ള വലിയൊരു അപ്പനാണ് അപ്പ. അത് കൊള്ളാലോ, വലിയൊരപ്പൻ, കുറേ മക്കളുള്ള വലിയൊരപ്പൻ. സൃഷ്ടിച്ചു. എല്ലാവരും അബ്ബായ പിതാവിൻ്റെ അടുത്ത് എത്തണമെന്ന് തന്നെയാണ് അബ്ബായുടെ ആഗ്രഹം, ഒരുവൻ പോലും നശിച്ചു പോവാതെ. പക്ഷേ ഈ ഫ്രീ വില്ല് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചിലരൊക്കെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. I often wonder how അപ്പൻ്റെ സ്നേഹം ഇറ്റ്സ് ലൈക്ക് സോ ഡീപ്പ്. അത് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ അപ്പൻ എങ്ങനെ സ്നേഹിക്കുന്നത്? ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേല് ഒരുപോലെ മഴ പെയ്യുന്നു. ലൈക്ക് ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ആലോചിക്കാം, അപ്പൊ ഇവിടെ ദുഷ്ടനും ശിഷ്ടനുണ്ടല്ലോ, എന്റെ മേത്ത് എന്തായാലും വെള്ളം. അപ്പൊ ഇങ്ങനെ ഒരുപോലെ മഴ പെയ്യാൻ ലൈക്ക് അപ്പൻ എല്ലാരെയും സൃഷ്ടിച്ചു, അത് ശരി. അല്ലാത്തവർക്കും അവരുടേതായിട്ടുള്ള അതെന്താ കാരണം? ഒരേപോലെ എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. എന്താ കാരണം? ലവ് പെർസെന്റേജ്, ലവ് കപ്പാസിറ്റി. ഗോഡ് ഇസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമായ ആ ബീയിങ്ങിൽ നിന്ന് വരുന്നതൊക്കെ സ്നേഹം. സ്നേഹമായ ഉണ്മയിൽ നിന്ന്, ലവ് ബീയിങ്ങിൽ നിന്ന് വരുന്നതൊക്കെ സ്നേഹം. അപ്പോൾ നമ്മുടെ ഉള്ള് ഡേ ബൈ ഡേ ഒരു ലവ് ബീയിങ് ആണെങ്കിൽ സ്നേഹം വരും. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കഷ്ടപ്പെടണ്ട. ഓക്കെ, ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, സ്നേഹമുണ്ടോ, വരുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു ആഗ്രഹമെങ്കിലും ഉണ്ടോ? അതായത് എൻ്റെ ഉള്ളിലും സ്നേഹം, അല്ലേ? ദൈവം തന്നിട്ടുള്ള വചനം പാലിച്ച് 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 നമ്മുടെ ഉള്ള് ദൈവം തരുന്ന സ്നേഹം പിടിക്കാൻ, ഹോൾഡ് ചെയ്യാൻ, കണ്ടെയ്ൻ ചെയ്യാൻ, വർദ്ധിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങും. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? എന്താ സ്നേഹത്തിൻ്റെ പ്രത്യേകത? മറക്കും പെട്ടെന്ന്. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, മിസ്റ്റേക്സ് ഒക്കെ, സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, മിസ്റ്റേക്സ് ഒക്കെ മറക്കും പെട്ടെന്ന്. ലവ് ഡസ് നോട്ട് കീപ് ദ റെക്കോർഡ് ഓഫ് റോങ് ഡൂയിങ്സ്. സ്നേഹം മൾട്ടിപ്ലൈ ചെയ്യും, വർദ്ധിപ്പിക്കും, മൾട്ടിപ്ലൈ ചെയ്യും. സ്നേഹം തന്നെ ഇരുന്നിട്ടുണ്ടാവുന്നൊരു കാര്യം. സ്നേഹം ഇപ്പം നമ്മളിങ്ങനെ വെച്ചിരിക്കാന്ന് വിചാരിക്കുക. ഇവിടെ സ്നേഹം വെച്ചു. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇവിടെ വെച്ചാൽ ആ സ്നേഹം വികസിച്ചുകൊണ്ടിരിക്കും, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ സ്വീകരിക്കും തോറും അത് നമ്മൾ അനുവദിച്ചാൽ വികസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കണ്ട ക്രിസ്ത്യൻ ലൈഫിൽ പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ, CCCയിൽ കണ്ടില്ലേ, പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ മാറ്റിക്കളയുന്നത്. സന്യാസ ജീവിതത്തിൽ ഇവാഞ്ചലിക്കൽ കൗൺസിൽസ് വഴി 3 സുവിശേഷ ഉപദേശങ്ങൾ: ഒബീഡിയൻസ്, ചാസ്റ്റിറ്റി, പോവർട്ടി, അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ഈ വൗസുകളിലൂടെ, വ്രതങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ വികാസത്തെ തടയുന്നത് പോലും നമ്മൾ മാറ്റിക്കളയുന്നു. അപ്പോൾ ആദ്യം സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സ്നേഹം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ മാറ്റിക്കളയണം. അത് മാറ്റിക്കളഞ്ഞാൽ സ്നേഹത്തിന് തന്നെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വികസിക്കുന്നതിന്, എക്സ്പാൻഡ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും വന്നാൽ അപ്പം മാറ്റിക്കളയണം. ദിസ് ഷുഡ് ബി ആ പ്രയോറിറ്റി. നമ്മുടെ പ്രയോറിറ്റി എന്താ? ആദ്യം സ്നേഹം വേണം. എങ്ങനെ സ്നേഹം കിട്ടുക? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹം ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ മാറ്റിക്കളയണം, അല്ലെങ്കിൽ വരാൻ സമ്മതിക്കരുത്. അപ്പോൾ സ്നേഹം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഷുഡ് ബി, എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് ചെയ്താലും സ്നേഹത്തിൻ്റെ വികാസത്തെ തടയുന്നുണ്ടോ എന്നാണ് ഒരു സന്യാസി നോക്കിക്കൊണ്ടിരിക്കുന്നത്. സന്യാസ പരിശീലനത്തിലുള്ളവർ. എൻ്റെ സെൽഫ് തന്നെയല്ല പ്രയോറിറ്റി. ഈശോ പറഞ്ഞു, ഡിനൈ യുവർ സെൽഫ്. സ്വയം പരിത്യജിക്കണം. ചിലപ്പോൾ സൈക്കോളജിയിലൊക്കെ പറയും സെൽഫ് എസ്റ്റീം വേണം. ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ഡിനൈ യുവർ സെൽഫ്. സ്വയം പരിത്യജിക്കണം.
അപ്പോൾ ഈ സ്നേഹത്തിന് എതിരായിട്ട് വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ സെൽഫായാലും എന്തായാലും മാറ്റിക്കളയണം. സ്നേഹത്തിൻ്റെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എൻ്റെ ഒരു ചിന്ത കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ അപ്പം മാറ്റിക്കളയണം. കാരണം ഈ ചിന്ത ഞാനിപ്പോൾ ചിന്തിച്ചാൽ ഈ സ്നേഹം വികസിക്കില്ല, അല്ലെങ്കിൽ ഈ സ്നേഹം കെട്ടുപോവും, അല്ലെങ്കിൽ ഈ സ്നേഹം നശിപ്പിക്കപ്പെട്ടു പോവും, അല്ലെങ്കിൽ ഈ സ്നേഹം ദുർബലപ്പെട്ടു പോവും എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ 1 by 1 മാറ്റിക്കളയണം. അതാണ് സന്യാസ പരിശീലനം. അപ്പം നമുക്ക് പാടാൻ പറ്റുന്നത് അബാ പിതാവേ അല്ലേ, ഒരുപാട് അബാ അലിയും സ്നേഹം അറിഞ്ഞിരിക്കുക സ്നേഹം. അപ്പം ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഈച്ച് വൺ ക്യാൻ സേ 1 decision. Okay, after this discussion, after this reflection, what are you going to practice? What are you going to practice? അബ്ബാ പിതാവിനെ ഓർത്ത്, അബ്ബാ പിതാവിൻ്റെ സ്നേഹം ഓർത്ത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, ഒരു കത്തോലിക്ക എന്ന നിലയ്ക്ക്, ഒരു സന്യാസി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സന്യാസ പരിശീലനത്തിനായിരിക്കുന്ന ഫോർമേഷനായിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു സ്ട്രോങ് ഡെസിഷൻ. എനിക്ക് സ്നേഹം വേണം, എൻ്റെ ദൈവത്തെ പോലെ സ്നേഹമാകണം, ആ സ്നേഹം എന്നിൽ വികസിക്കണം, എക്സ്പാൻഡ് ചെയ്യണം. വാട്ട് വിൽ യു ഡു? ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന അഭിപ്രായങ്ങൾ അത് സ്നേഹത്തിൻ്റെ വികാസത്തിന് തടസ്സമാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ പറയുമ്പോൾ അതപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്യാം. കട്ട് ഇറ്റ് ഓഫ്. ആവശ്യമില്ലാത്ത കട്ട് ഓഫ്. അത് പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, പിന്നെ ആവാമെന്ന് വെച്ച് നീട്ടി വെക്കരുത്. നമ്മുടെ പ്രയോറിറ്റി ദൈവം സ്നേഹമായ പോലെ സ്നേഹമാവുക എന്നതാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഛായ നമ്മൾ പറഞ്ഞ കൂട്ടായ്മയിലെ വ്യക്തികളാണ്. രണ്ടാമത്തെ ഈ അനന്ത സ്നേഹം, അനന്ത ഐക്യമാണ് ഈ സാദൃശ്യം. ഒരിക്കലും തീരാത്ത സ്നേഹം, അനന്തമായിട്ടുള്ളൊരു ഐക്യം. സ്നേഹം ഉണ്ടാകുമ്പോഴേ ഐക്യം ഉണ്ടാവുള്ളൂ, ഐക്യം ഉണ്ടാകുമ്പോഴേ സ്നേഹം ഉണ്ടാവും. അത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നൊരു തീരുമാനം എടുക്കുക. ദിസ് ഈസ് മൈ പ്രയോറിറ്റി. ദൈവത്തിൻ്റെ ഛായയിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു. അത് വികൃതമായിട്ടുണ്ടെങ്കിൽ അത് ശരിയാവണമല്ലോ. ദൈവത്തിൻ്റെ സാദൃശ്യം എനിക്ക് ദൈവം തന്നു, അത് നഷ്ടപ്പെട്ടു പോകണ്ടെങ്കിൽ തിരിച്ചു കിട്ടണമല്ലോ, പുനഃസ്ഥാപിക്കപ്പെടണമല്ലോ. അതിന് ഓപ്പോസിറ്റായി വരുന്നതൊക്കെ കട്ട് ആൻഡ് ത്രോ, ദൂരേക്ക് എറിയണം. അടുത്തുള്ളവർക്ക് ഇങ്ങനെ എറിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞെടുക്കും. ഹോളി പറഞ്ഞത്, ഹോളിയുടെ ഹോളി ഹമ്പിളായിരിക്കാം. ഒരു സാഹചര്യം കിട്ടുമ്പോൾ ചെറിയ രീതിയിൽ എങ്ങനെ ഹമ്പിളാവാൻ പറ്റാം, അതിന് വിട്ടുകൊടുക്കാം. ഹോളിനെസ്സും ഈ ലവും സെയിം. ലവ്, ഹോളിനെസ്, യൂണിറ്റി, all this happen simultaneously. സ്നേഹത്തിന് തടസ്സം വരുന്നത് ഈ ഒരു അൺഫോർഗിവ്നെസ് ആണ്. കമ്മ്യൂണിറ്റി തമ്മിലുള്ള ബോണ്ട്, എനിക്ക് വല്ലവരോടും അൺഫോർഗിവ്നെസ് ഉണ്ടോ, വല്ല നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടോ, അങ്ങനെയായ ഒരിക്കലും കർത്താവിൻ്റെ കൃപ ഒഴുകില്ല, കർത്താവിൻ്റെ സ്നേഹം ഒഴുകില്ല. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നിലനിർത്താനായിട്ട്, ഞങ്ങളുടെ കൊയിനോനിയയിൽ എപ്പോഴും ആയിരിക്കാനായിട്ട് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നു. Check every now and then. Yes. Check often. Is there anything that is coming in the way for unity? കൂട്ടായ്മ, സ്നേഹം, ഐക്യം. ഈ ജഡ്ജിങ്ങിൻ്റെ എന്തെങ്കിലും ഏരിയ വരുമ്പോൾ പെട്ടെന്ന് എനിക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ ഹിമ്മിൽ നമ്മൾ പാടിയ ആ ഒരു വരി ഓർക്കുന്നു, ദൈവത്തിൻ്റെ വാത്സല്യം, എല്ലാവരോടും ദൈവത്തിന് വാത്സല്യം. അപ്പം ഞാൻ ജഡ്ജ് ചെയ്യുമ്പോൾ ആ വാത്സല്യത്തിനെ വേദനിപ്പിക്കുകയല്ലേ. അപ്പം ആ ഒരു കാര്യത്തെ ഓർത്ത് എന്നോട് എൻ്റെ പിതാവിന് വാത്സല്യമുള്ള പോലെ അവളോടുണ്ട് വാത്സല്യം. സോ ലെറ്റ് മീ നോട്ട് ജഡ്ജ്. ഞാൻ വിധിക്കല്ല. made a decision that every day to each person in the community I will do one act that they feel important. You are valued. ഞാനും Thank you. അതായത് ദൈവം ഓരോരുത്തരെയും അത്രയും ഇമ്പോർട്ടൻസോടുകൂടി നോക്കുമ്പോൾ യു ആർ ഡിസൈഡിങ് ടു ബി ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദാറ്റ്. I have decided to take the prayer seriously. ആത്മാർത്ഥത കൂട്ടാനായിട്ട് ഏത് പ്രേയർ? എല്ലാം പ്രേയർ ചെയ്യും. വാട്ട് ഇസ് പ്രേയർ? ദൈവത്തിനോട് സംസാരിക്കുന്നു. സംസാരിക്കുമോ? Yes.
ദൈവത്തിന് കേൾക്കോ? ടോക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് ടു ഗോഡ്. ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് സിൻസിയർ. പരമപരിശുദ്ധ ത്രിത്വ എങ്ങനെയാണ് ഒന്നായിരിക്കുന്നത്, ആ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകുന്നത് ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് എന്റർടൈൻ ചെയ്യും. ഇൻസെപ്പറബിൾ എന്ന് പറയും. ആ കൂട്ടായ്മയിൽ നിന്ന് ഇൻസെപ്പറബിൾ. നമുക്ക് പറ്റുമോ ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരാളും ഇൻസെപ്പറബിൾ എന്ന് പറയാൻ പറ്റും? സ്വയമായിട്ട് പോകാൻ പാടില്ലേ, വേറൊരാൾ പുറത്താക്കാനും പാടില്ല. Yes, we feel that. Yes or no? Yes, very much. Really? Yes. Let ഞങ്ങൾ me see. even though we are different people from different places, പക്ഷേ ഇവിടെ വന്ന ശേഷമാണ് we can't live human attachment അല്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സമൂഹത്തിൽ ഒരു ഐക്യത്തിൻ്റെ God has destined this community by the Holy Ruach Lord. So each one of us feels that we cannot live without each other because God has placed us in this community. ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. കഴിഞ്ഞോ? അതായത് ഈ ത്രൈശുദ്ധ കൂട്ടായ്മ എന്നല്ല പറയണത്. അപ്പോൾ അവരിൽ ഓരോരുത്തരും അവർ വ്യക്തികളാണ്, അവർ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പില്ല ആ ഒരു കാര്യം. അപ്പം അതിനായിട്ട് ഞാൻ എടുക്കുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് റിയലൈസ് ചെയ്യുന്ന അപ്പം തന്നെ എൻ്റെ ഈഗോനെ പൊക്കി പിടിക്കാതെ അത് ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് അവരോട് ചെയ്യുന്നു. കുറെ കത്തികൾ വേണ്ടി വരുന്നു. Amen. Amen. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. Reign the Holy Ruach Lord. Reign forevermore.